അരുൺ, RTO ഇന്നലെ ഇതിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നല്ലോ. ഈ അപകടത്തിൽപ്പെട്ട സിമന്റ് ലോറി മറ്റൊരു ലോറി ഇടിച്ചിരുന്നു ഈ ലോറിയിൽ എന്നാണ് RTO വ്യക്തമാക്കിയതായി മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഈ അപകടം ഉണ്ടാക്കിയ സിമന്റ് ലോറി അത് മറ്റൊരു ലോറിയിൽ ഇടിച്ച് പിന്നീട് മറയുകയായിരുന്നു എന്നുള്ളതാണ് RTO പറഞ്ഞത്. നാട്ടുകാരും ഈ ദൃക്സാക്ഷികളായ നാട്ടുകാരും അത്തരത്തിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അത് ഈ അപകടം ഉണ്ടാകുന്നതിന് വഴിവെച്ചത് എന്താണ് എന്നുള്ളതിൽ കൂടുതൽ അന്വേഷണങ്ങളും മറ്റുമൊക്കെ ആവശ്യമായിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത്, അതായത് ഇതൊരു ആദ്യത്തെ അപകടമല്ല. ഈ പനയമ്പാടം വളവ് ഭാഗത്തും 55-ലേറെ അപകടങ്ങൾ നേരത്തെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അത് കൂടാതെ തന്നെ 100-ലേറെ അപകടങ്ങളാണ് കല്ലിക്കോട് മുതൽ പനയമ്പാടുള്ള ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ അപകടമുണ്ടാവുകയും ആ അപകടത്തിൽ യുവാക്കൾക്ക് ദാരുണാന്ത്യം സംഭവിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴും ഈ റോഡിന്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയത വലിയ ചർച്ചകൾക്ക് വഴിവെക്കാറുണ്ട്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ പലവിധ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ സംഘടിപ്പിച്ചിരുന്നു. നമ്മൾ ജനം TV തന്നെ നിരവധി തവണ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമ്മൾ നിരന്തരം ത്തെ അപകടങ്ങളെക്കുറിച്ചും ഇവിടെ ഇത്രയേറെ അപകടങ്ങൾ ഉണ്ടായി എന്നതിനെക്കുറിച്ചും നാട്ടുകാരുടെ പ്രതിഷേധം സംബന്ധിച്ചും ഒക്കെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. നടക്കുമ്പോൾ അവിടെ എത്തും. അതിനുശേഷം ഈ റോഡിനെ പരിക്കനാക്കി മാറ്റുക എന്നുള്ളതാണ് അവർ സ്വീകരിച്ച ഒരു നടപടി. പ്രധാനമായിട്ടും ഈ റോഡിൽ വളരെ മിനുസപൂർണമായ റോഡായത് കൊണ്ടാണ് അപകടം ഉണ്ടായത് എന്നുള്ളതാണ് അധികൃതർ പറയുന്നത്. ആ മിനുസപൂർവമായ റോഡിന് പകരം ഒന്ന് റോഡിനെ പരിക്കനാക്കി മാറ്റിയാൽ അപകടങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ നേരത്തെ പരിശോധന നടത്തിയ മറ്റ് അധികൃതരും മറ്റുമൊക്കെ ഇതിൽ സ്വീകരിച്ച ഒരു നിലപാട്. തുടർന്നാണ് ഈ JCB മറ്റും ഉപയോഗിച്ച് റോഡിന്റെ ആ മിനുസം അത് മാറ്റി പലയിടത്തും പരിക്കനാക്കി റോഡിനെ മാറ്റിയത്. പക്ഷെ അങ്ങനെ റോഡ് പരിക്കനാക്കിയത് കൊണ്ടും അപകടം നിന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഇത് ഈ ഒരു മഴ പെയ്യുമ്പോഴാണ് ഇവിടുത്തെ അപകടങ്ങൾ കൂടുതലും ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ കുറേ അപകടങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ഇവിടെ നടന്നിട്ടുള്ള 100-ലേറെ അപകടങ്ങൾ കല്ലടിക്കോട് മുതൽ ഈ ഒരു പനയമ്പാടം വരെ നടന്നു എന്ന് പറയുമ്പോൾ അതിൽ മിക്ക അപകടങ്ങളും ഉണ്ടായിട്ടുള്ളത് ഈ മഴ പെയ്യുമ്പോഴാണ്. അതല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ റോഡിൽ വാഹനങ്ങൾ തെന്നി മറിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അഗളി DYSPയുടെ വാഹനം ഉൾപ്പെടെ മറിഞ്ഞത് അത്തരത്തിലാണ്. അങ്ങനെ ഈ മഴ പെയ്യുന്നതാണ് അപകടത്തിന് കൂടുതൽ കാര്യങ്ങളാവുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ചെറിയ രീതിയിലുള്ള ഒരു ചാറ്റൽ മഴയെങ്കിലും പെയ്തു കഴിഞ്ഞാൽ ഈ റോഡിൽ വാഹനങ്ങൾ മറിയുന്ന ഒരു സ്ഥിര സംഭവമാണ് എന്നുള്ളതാണ്. അതാണ് നാട്ടുകാരും പ്രധാന പരാതിയായിട്ട് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് പരിഹരിക്കുന്നതിന് അത് കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലുള്ള ഒരു പഠനങ്ങളും മറ്റും നടത്തി ഇത് പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയാണ് ഈ വിഷയത്തിൽ വേണ്ടിയിരുന്നത്. പക്ഷെ അത്തരം നടപടികൾ പലപ്പോഴും ഉണ്ടായില്ല. അതാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കുരുന്നുകളുടെ ജീവൻ പൊലിയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നുള്ളതാണ് പ്രധാന പരാതിയായിട്ട് നാട്ടുകാർ ഓരോരുത്തരും പറയുന്നത്. എന്തായാലും ഇന്നലെ നാട്ടുകാരുടെ പ്രതിഷേധത്തെയൊക്കെ തുടർന്ന് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റിൽ യോഗം ചേരും. നാട്ടുകാരെ എല്ലാം വിളിച്ചു ചേർത്ത് യോഗം ചേരും എന്നുള്ളതാണ് ADM ഉൾപ്പെടെ പ്രതിഷേധിച്ച നാട്ടുകാർക്ക് നൽകിയ ഉറപ്പ്. ആ ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് ഈ പ്രതിഷേധങ്ങൾ നാട്ടുകാർ അവസാനിപ്പിക്കുകയും ചെയ്തത്. പക്ഷെ ഇനിയിപ്പോൾ ആ ഉറപ്പിൽ എന്ത് നടപടികൾ ഉണ്ടാവും, RTO ഉൾപ്പെടെയുള്ള ആളുകൾ, ബന്ധപ്പെട്ട മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ, മന്ത്രി കൃഷ്ണൻകുട്ടി ഉൾപ്പെടെ നമ്മളോട് ഇന്നലെ രാത്രിയും വൈകിയും പ്രതികരിച്ചതായിരുന്നു. ഇന്ന് നാട്ടുകാരുമായി മറ്റുമൊക്കെ യോഗം ചേരാം, എന്താണ് പ്രശ്നം എന്നുള്ളത് പഠിക്കാം, പരിഹരിക്കാം എന്നൊക്കെ ആയിരുന്നു പറഞ്ഞത്. ഇനിയൊരു അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള ഏതെങ്കിലും ഒരു നടപടി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമോ എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് ഉയരുന്നത്. ഒപ്പം തന്നെ ഈ നാടിന്റെ വലിയ ഒരു തേങ്ങൽ കണ്ണീര് അതാണ് നമുക്ക് ഈ രാവിലെ തന്നെ കാണാൻ കഴിയുന്നത്. വളരെ വിങ്ങുകയാണ് ഈ നാട് ഒന്നാകെ. കാരണം നേരത്തെ എന്ന് പറഞ്ഞതുപോലെ 4-5 കുട്ടികളാണ് ഇവിടെ ഉള്ളത്. 5 പേരും ഒരുമിച്ച് പഠിച്ച് കുഞ്ഞുനാളിലെ ചെറിയ സ്കൂളിൽ മുതൽ 1-ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിക്കുന്ന കുട്ടികളാണ്. അങ്ങനെ 1-ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിക്കുന്ന ഈ കുട്ടികൾ അടുത്തായിട്ടാണ് ഇവരുടെയൊക്കെ വീടുകൾ ഉള്ളത്. പ്രധാനമായിട്ടും ഇവരുടെ ഒരു 50 മീറ്റർ, അതുപോലെ തന്നെ 30 മീറ്റർ ഒക്കെ ദൂര പരിധിയിലായിട്ടാണ് ഈ കുട്ടനാട് ചെറുള്ളി ഭാഗത്ത് ഇവരുടെയൊക്കെ വീടുകൾ ഉള്ളത്.
അങ്ങനെ ആ വീടുകളിൽ ഉള്ള കുട്ടികൾ ഇപ്പോഴും സ്കൂളിലേക്കും മറ്റുമൊക്കെ ഒരുമിച്ച് പോകുന്ന വിദ്യാർത്ഥികളാണ്. അങ്ങനെ ഒരുമിച്ച് സ്കൂളിലേക്ക് പോയി അവിടെ നിന്നും തിരിച്ചും ഒരുമിച്ച് വരും. അങ്ങനെയാണ് കുട്ടികൾ എപ്പോഴും സ്കൂളിലേക്ക് പോകാറുള്ളത്. അങ്ങനെ തന്നെയാണ് ഇന്നലെ പരീക്ഷയ്ക്കും ഇവർ പോയത്. പരീക്ഷ കഴിഞ്ഞ് മടങ്ങി വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് ഈ ഒരു സിമന്റ് ലോറി അപകടക്കിണിയായി ഇവരുടെ മേലേക്ക് മറയുന്നത്. 4 കുട്ടികൾക്കും അതിൽ ജീവൻ ഒലിയുകയായിരുന്നു. ഒരു കുട്ടി മാത്രം അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു. അതിലും ഇപ്പോൾ ആ മൃതദേഹം പൊതുദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇർഫാൻ അഷറിന്റെ വീട്ടിൽ കോങ്ങാട് MLA ശാന്തകുമാരി എത്തിയിട്ടുണ്ട്. ശാന്തകുമാരി ഉൾപ്പെടെയുള്ള ആളുകൾ ഇർഫാൻ അഷറിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഓരോ വീടുകളിലേക്കും മന്ത്രിമാർ ഉൾപ്പെടെയുള്ള MLA മാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഒക്കെ എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൊതുദർശനം 4 കുട്ടികളുടെയും ഭൗതിക ശരീരം ഒരുമിച്ച് കരിമ്പനക്കൽ ഹാളിലാണ് പൊതുദർശനം നടക്കുന്നത്. 30 അവിടെ പൊതുദർശനം ഉണ്ടാവുക. ആ പൊതുദർശനത്തിലേക്ക് കൂടുതൽ ആളുകൾക്ക് നിൽക്കുന്നതിനും മറ്റുമൊക്കെ വേണ്ട സൗകര്യം ആ ഹാളിൽ ഉണ്ട് എന്നുള്ളതാണ്. നേരത്തെ സ്കൂളിൽ പൊതുദർശനത്തിന് വെക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തിരുന്നു. പക്ഷേ സ്കൂളിൽ സ്ഥലപരിമിതി ഉണ്ട്. അതായത് സ്കൂളിലേക്ക് പോകുന്ന വഴി വളരെ ചെറിയ വഴിയാണ്. അതുകൊണ്ട് തന്നെ ഈ 4 കുട്ടികളുടെയും ഭൗതിക ശരീരം രാവിലെ ആദ്യം സ്കൂളിലെത്തിച്ച് അവിടെ പൊതുദർശനത്തിന് വെക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ നിന്നും ഈ കുട്ടികളുടെ ചെറിയ റോഡായതുകൊണ്ട് തന്നെ ഓരോ ഭൗതിക ശരീരങ്ങളും ഈ വീടുകളിലേക്ക് എത്തിക്കുന്നതും അതിനുശേഷം ഈ ഹാളിൽ പൊതുദർശനത്തിന് വെക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടായി മാറും. ഇപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഈ 12:10 ജുമാ നമസ്കാരമുണ്ട്. അതിനു മുമ്പ് തന്നെ ഇവർക്ക് മതപരമായ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി ഖബറടക്കം ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ പിന്നീട് ഈ ജുമ കഴിഞ്ഞ ശേഷം 2:30 ശേഷം മാത്രമേ പിന്നീട് ഈ ഖബറടക്ക ചടങ്ങുകളൊക്കെ നടത്താൻ കഴിയുകയുള്ളൂ. അത് കൂടുതൽ നേരം ഈ ബോഡി ശരീരങ്ങൾ കൂടുതൽ നേരം വീടുകളിലോ അല്ലെങ്കിൽ പൊതുദർശന സ്ഥലത്തോ ഒക്കെ വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ വേണ്ട, സ്കൂളിലെ പൊതുദർശനം ഒഴിവാക്കിയാൽ മാത്രമേ ഈ മതപരമായ ചടങ്ങുകളും മറ്റുമൊക്കെ നടത്തുന്നതിന് സമയം ലഭിക്കുകയുള്ളൂ എന്നുള്ള തീരുമാനത്തിൽ നാട്ടുകാരും ബന്ധുക്കളും എത്തിയത്. ഓരോ ഭൗതിക ശരീരവും ചെയ്യുന്നതിന് ഏകദേശം ഒരു 45 മിനിറ്റോളം മതപരമായ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കുന്നതിന് 45 മിനിറ്റോളം സമയം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീടുകളിൽ പൊതുദർശനം, ആ വീടുകളിലെ പൊതുദർശനത്തിന് ശേഷം ഇവിടെ തന്നെയുള്ള ആ കരിമ്പനക്കൽ ഹാൾ എന്ന ഹാളിൽ പൊതുദർശനം, അതിനുശേഷം നേരെ കുട്ടനാട് ജുമാ മസ്ജിദിലേക്ക് അവിടുത്തെ ഖബർസ്ഥാനിലേക്ക് അവിടെയാണ് ഖബറടക്കം നടക്കുക. ഏതായാലും 12:10 മുൻപ് തന്നെ ഖബറടക്കം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പൊതുദർശനം നടത്തിയിരിക്കുന്നത്. ഓരോ വീടുകളിലും ഓരോ കുട്ടികളുടെയും ഭൗതിക ശരീരം പൊതുദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 5:20 പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നും ഈ കുരുന്നുകളുടെ ഭൗതിക ശരീരം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. ഇന്നലെ രാത്രി തന്നെ ആദ്യം ഈ അപകടം സംഭവിച്ചപ്പോൾ കുട്ടികളെ ആദ്യം എത്തിച്ചത് കച്ചമ്പാറയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്കായിരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ കുട്ടികൾക്ക് ജീവൻ നഷ്ടമായിരുന്നു. മരണം സ്ഥിരീകരിച്ചതോടുകൂടെ പിന്നീട് അവിടെ നിന്നും 4 കുട്ടികളുടെയും മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നത്. ഇന്നലെ രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കി ശേഷം രാത്രി മുഴുവൻ മോർച്ചറിയിലാണ് മൃതദേഹങ്ങൾ സൂക്ഷിച്ചത്. ശേഷമാണ് ഇന്ന് പുലർച്ചെ 5:20 തന്നെ ഈ ഓരോ മൃതദേഹങ്ങളായി ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. അവിടെ നിന്നും 5:20 പുറപ്പെട്ട മൃതദേഹങ്ങൾ കൃത്യം ഒരു ഇന്നലെ അപകടം നടന്ന ഉടൻ തന്നെ ആദ്യം ഞെട്ടൽ, പിന്നെ ആശങ്ക. ഈ വീട്ടുകാർക്ക് മുൻപേ നാട്ടുകാർ ആ സംഭവ സ്ഥലത്തേക്ക് പാഞ്ഞെടുക്കുമ്പോൾ, ഓടിയെത്തുമ്പോൾ ഈ കേട്ട വാർത്തയൊന്നും സത്യമാകരുതേ എന്ന പ്രാർത്ഥനയായിരുന്നു ഓരോരുത്തരുടെയും ഉള്ളിൽ ഉണ്ടായിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അവർ കേട്ടത് സത്യമായിരുന്നു, അവർ അറിഞ്ഞതും സത്യമായിരുന്നു. ഇത് പിന്നീട് അണപൊട്ടിയ ജനരോഷമാകുന്നതും നമ്മൾ കണ്ടു. പ്രതിഷേധമായിരുന്നു പിന്നീട് നിരത്തിൽ കുത്തിയിരുന്ന് 4 വിദ്യാർത്ഥികളുടെ ജീവനെടുത്ത ഈ ഒരു അപകടം. ഇതേ തുടർന്ന് നാട്ടുകാർ റോഡ് ഉപരോധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി എത്തിയിരുന്നു. കാരണം ഇവരുടെ ആശങ്ക, ഇവരുടെ പ്രതിഷേധം, ഇവരുടെ പരാതികൾ, കാലാകാലങ്ങളായി ഉണ്ടായിരുന്ന ആശങ്കയും പരാതിയും ഒന്നും അധികൃതർ കേട്ടില്ല, അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിച്ചു, അല്ലെങ്കിൽ കേട്ടില്ല എന്ന് നടിച്ചു എന്ന് തന്നെയായിരുന്നു. ഒടുവിൽ ഇവർക്ക് ബലി കൊടുക്കേണ്ടി വന്നത് അവരുടെ നാടിൻ്റെ തന്നെ പ്രതീക്ഷയായ 4 മിടുക്കി വിദ്യാർത്ഥിനികളെയാണ്.
ഈ അപകടത്തിൽപ്പെട്ട ലോറി ക്രെയിൻ ഉപയോഗിച്ച് മാറ്റിയ ശേഷം വാഹനം കടത്തിവിടാനായിട്ട് പോലീസ് ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഇത് നാട്ടുകാർ ഇടപെട്ട് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് സംഘടിതമായിട്ടല്ല, പക്ഷെ അവിടെ എത്തിയ നാട്ടുകാരുടെ പൊതുവികാരമായിരുന്നു ഈ ഉപരോധവും പ്രതിഷേധവും എന്നൊക്കെ തത്സമയ ദൃശ്യങ്ങളിലൂടെ നമുക്കെല്ലാവർക്കും കാണാൻ കഴിഞ്ഞിരുന്നു. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികൾ പോലും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി എന്നോർക്കണം. കാരണം സ്കൂളിന് അടുത്തായിരുന്നല്ലോ ഈ അപകടം ഉണ്ടായിരുന്നത്. ഇവിടെ അപകടങ്ങൾ തുടർക്കഥയാവുന്ന ഒരു സാഹചര്യം, അപകട സാധ്യതയുള്ള പ്രദേശമാണ് എന്ന തിരിച്ചറിവ്, ഇതിൽ നടപടിയെടുക്കാത്ത അധികൃതർ അല്ലെങ്കിൽ അവരുടെ മൗനം ഇവരെ എത്രമേൽ വേദനിപ്പിച്ചിട്ടുണ്ടാകും, എത്രമേൽ ആശങ്കയിൽ അഴ്ത്തിയിട്ടുണ്ടാകും എന്ന ആ പ്രതിഷേധത്തിലൂടെ അറിയാനും കഴിഞ്ഞു. എന്തായാലും ഈ അപകടത്തെയും പ്രതിഷേധത്തെയും ഒക്കെ തുടർന്ന് 1.5 മണിക്കൂറോളം ഇവിടെ ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഒടുവിൽ കളക്ടർക്ക് പോലും ഇടപെടേണ്ടി വന്നു. കാരണം ആ നാട്ടുകാരുടെ രോഷവും അവരുടെ വേദനയും ഒക്കെയാണ് ആ പ്രതിഷേധമായി കണ്ടതും. ഇതിൽ പല ആരോപണങ്ങൾ ഇവർ ഉന്നയിക്കുകയുണ്ടായി. അപകടം പതിവാകുന്ന റോഡ് പുനർനിർമ്മിക്കണമെന്നുള്ളൊരു ആവശ്യം. അത് പൂർവ്വ വിദ്യാർത്ഥികളും ഇപ്പോഴത്തെ വിദ്യാർത്ഥികളും കാൽനട യാത്രക്കാരും പ്രദേശവാസികളും നാട്ടുകാരും ഒക്കെ കാലാകാലങ്ങളായി ഉന്നയിച്ചിട്ടും പരിഹാരം കാണാതെ ഒടുവിൽ ഈ അപകടത്തെ തുടർന്നെങ്കിലും ഇതിലൊരു ചർച്ചയാകണമെന്നുള്ളൊരു ആവശ്യം അവർ ഉന്നയിച്ചപ്പോൾ ആദ്യം ചർച്ചയ്ക്കല്ല, അവരുടെ വിഷമവും രോഷവും ഒക്കെ പ്രതിഷേധമായി തന്നെ പുറത്തെടുക്കുകയായിരുന്നു. ഒടുവിൽ ചർച്ച ആകാം എന്ന കളക്ടറുടെ ഉറപ്പിന്മേലാണ് ഇവർ ഒന്ന് അടങ്ങിയതും. ഇന്ന് രാവിലെയാണ് ഈ ചർച്ച നിശ്ചയിച്ചിരിക്കുന്നതും. ഈ റോഡിൽ ഡിവൈഡറുകൾ സ്ഥാപിക്കണമെന്നുള്ളൊരു ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ കാൽനട യാത്രക്കാരുടെ സുരക്ഷ കൈവരി കെട്ടി ഈ കാൽനട പാത ഇത് സുഗമമാക്കണമെന്നുള്ളൊരു ആവശ്യമുണ്ട്. ഇതെല്ലാം ഇന്ന് കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഈ നാട്ടുകാർ സ്വാഭാവികമായി ഉന്നയിക്കും എന്ന് തന്നെയാണ് അറിയുന്നത്. പാലക്കാട് ADM ഇന്നലെ എത്തിയിരുന്നു സംഭവ സ്ഥലത്ത്, P. സുരേഷ്. അതോടൊപ്പം തന്നെ ASP PC ഹരിദാസൻ എന്നിവരൊക്കെ ഈ നാട്ടുകാരെ അനുനയിപ്പിക്കാനായി രംഗത്തെത്തി. ഇതിനു ശേഷമാണ് കളക്ടറേറ്റിലേക്ക് ഈ ചർച്ച എത്തിക്കാമെന്നും ഇന്ന് കളക്ടറുടെ അധ്യക്ഷതയിൽ ചർച്ച ഉണ്ടാകും, അതിൽ പ്രശ്നപരിഹാരം കാണും എന്നുള്ളൊരു ഉറപ്പ് ADMനും ASPക്കും ഈ നാട്ടുകാർക്ക് നൽകേണ്ടി വന്നു എന്നതുകൂടിയാണ്. കാരണം അല്ലാതെ ഇവർ പിന്മാറിയിരുന്നില്ല എന്നതാണ് ഇന്നലത്തെ പ്രതിഷേധ കാഴ്ചയായി കാണുന്നത്. കണ്ടു നിൽക്കാനാവില്ല ഇന്നത്തെ തത്സമയ ദൃശ്യങ്ങളും നമ്മളിപ്പോൾ കാണുന്നത്. ഓരോ വിദ്യാർത്ഥിനികളും ഓരോ പിഞ്ചോമനുകളും അവരുടെ വീടുകളിൽ അന്ത്യവിശ്രമം മുന്നോടിയായുള്ള പൊതുദർശനത്തിലാണ്. വീട്ടുകാരും നാട്ടുകാരും ഒക്കെ അവിടെ പുലർച്ചെ മുതൽ തന്നെ ഉണ്ട്. ആനന്ദ് പുതൂർ കൂടി ചേരുകയാണ്. ആനന്ദ് ഇപ്പോൾ എവിടെയാണ്? ഏതാണ്ട് 6:30 കൂടി തന്നെ ആയിഷയുടെ വീട്ടിലേക്ക് മൃതദേഹം എത്തി. കുടുംബം മൃതദേഹം ഏറ്റുവാങ്ങി. ഒരുപാട് ആളുകളാണ് ഈ വീട്ടിൽ ആയിഷയെ അവസാനമായി കാണുന്നതിന് വേണ്ടി രാവിലെ പോയി എത്തിയിരുന്നത്. ഇപ്പോൾ ആയിഷയുടെ ബന്ധുക്കളും നാട്ടുകാരും അടങ്ങുന്ന ആളുകളെല്ലാം ഈ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആയിഷയെ ഇതിലേക്ക് ഇന്നലെ രാവിലെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പരീക്ഷ എഴുതാൻ പോയ ആയിഷ പക്ഷെ ഇന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് ജീവനില്ലാതെയാണ്. വളരെ വൈകാരികമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് ചെയ്യുന്നത്. വന്നു പോകുന്ന ഓരോരുത്തരുടെയും കണ്ണുകൾ ഈറണണിയുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹൃദയം പൊട്ടുന്ന വേദനയിലാണ് കുടുംബമുള്ളത്. മാതാപിതാക്കളും മറ്റു ബന്ധുക്കളും ഒരു വാക്ക് പറയാൻ കൂടി, ഒരു പക്ഷേ ഉറക്കെ കരയാൻ കൂടി സാധിക്കാത്ത തലത്തിലേക്ക് ഹൃദയം മുറിഞ്ഞുപോയിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതിവൈകാരികമായിട്ടുള്ള വിഷയങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ബന്ധുക്കളും സുഹൃത്തുക്കളും അയൽക്കാരും നാട്ടുകാരും അറിയുന്നവരും അറിയാത്തവരുമെല്ലാം ഈ പിഞ്ചോമനയുടെ വീട്ടിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവസാനമായി ഒന്ന് ആയിഷയെ കാണാൻ 300 മീറ്റർ കൂടി നടന്നിരുന്നെങ്കിൽ റോഡിലെ അപകടം, റോഡിൽ പതിയിരുന്ന അപകടം പക്ഷേ ആയിഷയുടെ ജീവൻ. എന്തായാലും വീട്ടിൽ കുറച്ച് സമയം കൂടി പൊതുദർശനം ഉണ്ടായിരിക്കും. തുടർന്നായിരിക്കും പെരുന്നാൾ ഹാളിലേക്കുള്ള സംസാരിച്ചത്. അവിടെ അത്രയോടുകൂടി തന്നെ അവസാനിപ്പിച്ചുകൊണ്ട് ിലേക്ക്
മൃതദേഹം സംസ്കാരത്തിനായി കൊണ്ടുപോകും എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ മതപരമായിട്ടുള്ള ചില ചടങ്ങുകൾക്ക് മുൻപ് തന്നെ ഇത്തരത്തിൽ മൃതദേഹം സംസ്കരിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇനിയും വൈകും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും കണ്ണീരോടല്ലാതെ ഈ കാഴ്ച കണ്ടു നിൽക്കാനാവില്ല. ആയിഷയുടെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. നിരവധി ആളുകളാണ് രാവിലെ മുതൽ തന്നെ ആയിഷയെ കാത്ത് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വന്നുപോകുന്ന ഓരോരുത്തരുടെയും കണ്ണുനീർ പറ്റാത്ത കണ്ണുനീരുമായാണ് അവർ വന്ന് എത്തുന്നത്. ഒരു വർഷത്തെ മിടിക്കാവേണ്ടോളായിരുന്നു, കുടുംബത്തിലെ താങ്ങാവേണ്ടോളായിരുന്നു. വളരെ നേരത്തെ തന്നെ ലോകത്തോട് ഇത പറഞ്ഞു പോയിരുന്നു. അവർ 5 പേരായിരുന്നു, എപ്പോഴും ഒരുമിച്ച് 5 പേർ. ആ 5 പേരിൽ വിധി ഒരാളെ മാത്രമാക്കി തനിച്ചാക്കി മറ്റ് 4 പേരുടെയും ജീവൻ കവരുന്നൊരു സാഹചര്യം, ഒരു ദാരുണമായൊരു സംഭവം. ഒറ്റയ്ക്കായത് അജ്നയാണ്, അജ്ന ഷെറിൻ. ഈ അപകടം നടക്കുമ്പോൾ ദൃക്സാക്ഷിയാണ് അജ്ന. ഈ കൂട്ടുകാരികൾക്കൊപ്പം ഉണ്ടായിരുന്നു അജ്ന. കാരണം ഇന്നലെ ഈ ക്രിസ്മസ് പരീക്ഷ സ്കൂളിൽ ആരംഭിച്ചതിന് ശേഷം ഓരോ പരീക്ഷയെക്കുറിച്ചുള്ള ആവലാതികളും ഉത്കണ്ഠയും ഒക്കെ പങ്കുവച്ച് ഇന്നത്തെ പരീക്ഷയ്ക്കായുള്ള പഠനത്തെക്കുറിച്ച് പരസ്പരം സംസാരിച്ചതിന് ശേഷം ഒരുമിച്ച് വീടുകളിലേക്ക് മടങ്ങാൻ തുടങ്ങുകയായിരുന്നു ഇവർ. അപ്പോഴാണ് അപകടം ഈ സിമൻറ്റ് ലോറിയുടെ രൂപത്തിൽ പാഞ്ഞ് എത്തിയതും. അജ്ന മാത്രമാണ് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. എപ്പോഴും ഒരുമിച്ചായിരുന്ന ഈ 5 പേരിൽ അജ്ന മാത്രമാണ് ബാക്കിയായതും. ആയിഷ 8 ഈ ഡിവിഷൻ, മറ്റ് 4 പേർ ഡി ഡിവിഷനിലുമായിരുന്നു. അങ്ങനെയായിരുന്നു ഈ 5 പേരും. പക്ഷേ ഒരുമിച്ച് എപ്പോഴും ഉണ്ടായിരുന്ന 5 പേർ, ഒരേ ഇടത്ത് താമസം, അടുത്തടുത്ത വീടുകളിൽ താമസം, ദിവസവും ഒരുമിച്ച് സ്കൂളിൽ പോയി വന്നവർ. ഇർഫാനെ വിളിക്കാനായി ഇർഫാനയുടെ ഉമ്മ അവിടേക്ക് എത്തുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത് എന്ന് ഇന്നലെ അജ്ന ഓർത്തെടുത്ത് പറഞ്ഞിരുന്നു. അജ്ന ദൂരേക്ക് വീണു. അങ്ങനെയാണ് ഈ കുട്ടി പരിക്കുകളിലൂടെ രക്ഷപ്പെട്ടത്. സിമൻ്റ് ലോറി മറിഞ്ഞു കിടക്കുന്നതാണ് പിന്നീട് ഈ കുഞ്ഞ് കാണുന്നത്. തൻ്റെ പ്രിയപ്പെട്ട 4 കൂട്ടുകാരുടെ ജീവൻ ആ സിമൻ്റ് ലോറിക്ക് അടിയിലുണ്ട് എന്ന് ഞെട്ടലോടെ ഓർത്തെടുക്കുന്ന അജ്ന ഇപ്പോഴും ഒരുപക്ഷെ ഇനി എത്ര നാളെടുക്കും ആ ഞെട്ടലിൽ നിന്ന് ആ കുഞ്ഞ് മോചിതയാകാൻ എന്നതുകൂടിയാണ്. ആനന്ദ്, മറ്റു വിവരങ്ങൾ കൂടി. അനു ഇപ്പോൾ ഉള്ളത് ആയിഷയുടെ വീട്ടിലാണ്. രാവിലെ 6:20 കൂടി തന്നെ ആയിഷയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചു. ഹിന്ദുക്കളെ വെയിറ്റ് വാങ്ങി ഏതാണ്ട് 1 മണിക്കൂറിനധികം സമയം കൂടി കൂടി തന്നെ മൃതദേഹം പൊതുദർശനത്തിനായി കൊണ്ടുപോകും എന്നറിയുന്നു. എന്തായാലും രാവിലെ മുതൽ തന്നെ വലിയ ആൾക്കൂട്ടമാണ് ആയിഷയുടെ വീട്ടിൽ ആയിഷയെ കാണാൻ, അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി ഉണ്ടായിരുന്നത്. ആയിഷയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും അയൽക്കാരും അടങ്ങുന്ന ഒരു വലിയ സംഘം തന്നെ അവസാനമായി ഈ ഒന്ന് കാണാൻ ഈ വീട്ടിലേക്ക് എത്തിയിരുന്നു. പക്ഷെ ഒന്ന് ഉറക്കെ കരയാനുള്ള ഒരു സാഹചര്യം പോലും, അതായത് ആ വേദന ഹൃദയം മുറിഞ്ഞിപ്പോകുന്ന വേദന തന്നെയാണ് ഈ മാതാപിതാക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ നിന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കണ്ണീരോടെ അല്ലാതെ ഒരാൾ പോലും പുറത്തേക്ക് ഇറങ്ങി പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ പ്രാധാന്യം. നാളെ പഠിച്ച് പിടിക്കാവേണ്ടതായിരുന്നു വളരെ നേരത്തെ തന്നെ. പക്ഷെ നിർഭാഗ്യം ഈ ലോകത്ത് നിന്ന് അവളെ പറഞ്ഞയച്ചു. പരീക്ഷ എഴുതി വരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ അപകടം. നിയന്ത്രണം വിട്ട ലോറി പാഞ്ഞു കയറുന്നത്. 300 മീറ്റർ അകലെയാണ് അപകടം ഇവിടെ നിന്ന് സംഭവിച്ചത്. അപകടത്തിൽ ഒരു കുഞ്ഞ് മാത്രം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പക്ഷെ മറ്റ് 4 പേരും ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു. ഈ മദ്രസ പഠനം മുതൽ, അതായത് വളരെ ചെറുപ്പം മുതൽ തുടങ്ങിയ ഈ 4 പേർക്കിടയിൽ ഈ ഒരു സൗഹൃദം ഒടുവിൽ 4 പേരെയും കൊണ്ട് തന്നെ ഒരുമിച്ച് തന്നെ യാത്രയാവുകയാണ്. 8ാം ക്ലാസ്സിലാണ്, വിവിധ ഡിവിഷനുകളിലാണെങ്കിലും വളരെ അടുത്ത സൗഹൃദം മുതൽ തന്നെ തൊട്ടടുത്ത വീടുകളിലാണ്. അപ്പോൾ കുഞ്ഞുനാൾ മുതൽ തന്നെ കണ്ടും കളിച്ചും പിടിച്ചും അടിച്ചുമെല്ലാം വളർന്ന കുട്ടികളാണ്. നോവൽ
സംഭവിച്ച ദുരന്തം വീട്ടുകാർ വളരെ വൈകിയാണ് അറിഞ്ഞത്. മാത്രമല്ല, ഒരു കുട്ടിയുടെ വാച്ച് കണ്ടാണ് ചില ബന്ധുക്കൾ ഇത്തരത്തിൽ അവരെ തിരിച്ചറിഞ്ഞത്. ആളുകളുടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആയിഷയുടെ വീടിന് മുമ്പിൽ നിന്നാണ് ആനന്ദ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. തീർച്ചയായും വേദന സഹിക്കാനാവുന്നില്ല. ഒരുപക്ഷെ ഇവരെ ഇന്നലെ വരെ അറിയാത്ത നമ്മളെ പോലുള്ളവർക്ക് പോലും, പക്ഷെ അപ്പോൾ ആ ബന്ധുക്കളുടെയും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഒക്കെ വേദന ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആയിഷയെക്കുറിച്ച് ഇന്നലെ ഈ അധ്യാപികമാർ പോലും ഓർത്തെടുത്തത് കലയിലും പഠനത്തിലും ഒരുപോലെ മികവ് തെളിയിച്ച വിദ്യാർത്ഥിനിയായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ വേർപാട് ഒരു പക്ഷേ ഒരിക്കലും ഉൾക്കൊള്ളാനാവാത്ത വിധം വിതുമ്പൽ ഈ സ്കൂളിന് എന്നെന്നും ക്ഷതം എന്ന രീതിയിൽ ഏൽപ്പിക്കുകയുണ്ടായി എന്നതുകൂടി ആയിഷയെക്കുറിച്ച് പ്രത്യേകമായി പറഞ്ഞിരുന്നു. കാരണം 2ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ സ്കൂളിൽ നടക്കുന്ന ഒപ്പന മത്സരങ്ങൾ ഉണ്ടാവുമല്ലോ, അതിൽ സ്ഥിരം മണവാട്ടിയാകുന്നത് ആയിഷയായിരുന്നു. ഇതെല്ലാം അവിടെ ബന്ധുക്കളും അധ്യാപികമാരും പറഞ്ഞു. ഇന്നലെ കരഞ്ഞതും നമ്മൾ കണ്ടു ദൃശ്യമാധ്യമങ്ങൾക്ക് മുമ്പിൽ. ഈ ശ്രീകൃഷ്ണപുരത്ത് നടന്ന പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവം ഉണ്ടായിരുന്നല്ലോ അടുത്തിടെ, അവിടെ പോലും ഈ കുരുന്ന് ആയിഷ പങ്കെടുത്തിരുന്നു. ഒടുവിൽ നിശ്ചലയായി ഇന്ന് മറ്റുള്ളവർക്ക് മുമ്പിൽ പൊതുദർശനത്തിനായുള്ള മൃതശരീരമായി കിടക്കേണ്ടി വന്ന ആയിഷയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുകയാണ്. മറ്റ് 3 വിദ്യാർത്ഥിനികളുടെയും സമാനമായി തന്നെ ഇവരെ ഓർത്ത് വിലപിക്കുന്ന നാട്ടുകാരും വീട്ടുകാരും അധ്യാപികമാരും സഹപാഠികളും എല്ലാം ഒരിക്കലും ഉൾക്കൊള്ളാനാവാത്ത വേദനയായി ഈ 4 കുരുന്നുകളുടെ വിയോഗം. ശിവദാസ് കന്മനം, ആനന്ദ് പുതൂർ, അരുൺ ആലത്തൂർ എന്നിവരാണ് വിവിധ ഇടങ്ങളിൽ നിന്ന് ചേരുന്നത്. ഇപ്പോൾ വീടുകളിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുന്ന മൃതദേഹം 2 മണിക്കൂറോളം ഇവിടെ പൊതുദർശനം തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്.